സോ ഹേ ഗേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D അടുത്തൊരു വീഡിയോ ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം നമ്മുടെ ഒരു വലിയ ട്രാക്ക് ഉണ്ട് ഗൈസ്. ഓക്കെ, അവിടെ ഒരു വലിയ ഓഫ് റോഡ് ട്രാക്ക് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ താറ് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ താറെ കയറി നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഈ ഒരു ഓഫ് റോഡ് ട്രാക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. കുറച്ച് ഹാർഡസ്റ്റ് ആണെന്നാണ് പറഞ്ഞു കേട്ടത് ഗൈസ്. അപ്പോൾ പിന്നെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഓക്കെ അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ കുറച്ച് ദൂരത്തെ എത്തിയിട്ടുണ്ട്. ഇത് വഴി അങ്ങോട്ടാന്ന് മനസ്സിലാകത്തില്ല ഗൈസ്. ഓക്കെ, ഈ കോൺ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറേ കോണുണ്ട്. ഗൈസ്, ഇവർ കുറേ നേരം എടുത്താണ് ഈ ഒരു ട്രാക്ക് ബിൽഡ് ചെയ്യാൻ. പക്ഷെ എന്നാലും നല്ലൊരു ട്രാക്കാണെന്ന് നമുക്കിപ്പോൾ അറിയാം ഗൈസ്. ഓക്കെ, ഇത് കുറച്ച് ഹാർഡാണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഇവിടെ ഒന്നും വീതിയില്ല, അധികം വീക്കാണ്. ഓക്കെ, നമുക്കിപ്പോൾ തന്നെ കുറച്ച് ഇടി തുടങ്ങി. നമുക്കിവിടെ ഇവർ തന്നിരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് താറാണ് കേട്ടോ. ഓക്കെ കേസ്, അപ്പോൾ നമ്മളേതായാലും പോവുകയാണെങ്കിൽ തട്ടുന്നുണ്ട് ചെറുതായിട്ട് തട്ടലും മുട്ടലുകളും എല്ലാം ഉണ്ട് കേസ്. ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ നന്നായിട്ട് തന്നെ ഓടിക്കാം. തന്നെ പോവാത്ത ഫ്രണ്ടിലോട്ട് പോകത്തില്ല. ഓക്കെ, പോയിട്ടുണ്ട്. ഈ കോണ് കാരണം നമുക്ക് വണ്ടി നേരെ ചൊവ്വൊന്നും ഓടിക്കാൻ പറ്റുന്നില്ല. ഇവർ ഈ ട്രാക്ക് ബിൽഡ് ചെയ്യാൻ കുറെ പിന്നെ പറഞ്ഞെങ്കിൽ ട്രാക്ക് ബിൽഡ് ചെയ്യാൻ കുറെ ടൈം എടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല വീതി കുറവുണ്ട് ഗൈസ്. ഓക്കെ, വണ്ടി വളയ്ക്കാൻ നല്ല പാടാണ്. ഇവിടെയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് വളയ്ക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ നമ്മൾ വളച്ചു കുഴപ്പമില്ല ഗൈസ്. നമ്മൾ വളച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതിൻ്റെ ക്യാമറ ഏകദേശം ഈ ഒരു അളവിലേ വെക്കത്തുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്റീരിയർ വ്യൂവിലോട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓടിക്കാം. ഓക്കെ ഇടിച്ചു. ആ വ്യൂ ഒന്ന് മാറ്റി ഒന്നര ഇടിച്ചു. കുഴപ്പമില്ല, നമുക്ക് കൊണ്ട് വണ്ടി ഓടിക്കാം. ഓക്കെ, നല്ല ലുക്കുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി. ഫ്രണ്ടിലോട്ട് പോകുന്നില്ലല്ലോ. ഇത് ഇടയ്ക്ക് പറ്റുന്ന പരിപാടിയാണ് ഇത്. ഫ്രണ്ടിലോട്ട് പോകത്തില്ല. പിന്നെയും ഓക്കെ നമ്മൾ കളിച്ചിട്ടുണ്ട്. അതായത് ഇടിക്കുന്നതായിരുന്നു ഗൈസ്. ഓക്കെ, അത് ഇടിക്കുന്നതാണ്. ഇത് വഴി എങ്ങോട്ടാന്ന് കൺഫ്യൂഷൻ ആണ് ഗൈസ്. ഓക്കെ, ഇത് കുറെ കോണം നിരത്തി വെച്ചിട്ടുണ്ട്. അയ്യോ, മണ്ടയിലോട്ടാണ് തിരിച്ചു പോകുന്നത്. ഇതൊരു നല്ല വീതി കുറവാണ് ഗൈസ്. ഓക്കെ, ഇതിന് നല്ല വീതി കുറവാണ്. ഓക്കെ, നമ്മൾ നോക്കി വളച്ചെടുത്തു. നല്ല ടാസ്ക്കാണ് ഇതിലേക്കൂടെ വളച്ചെടുക്കാൻ. എന്നിട്ട് ആ ലാസ്റ്റൊക്കെ പോയി വീഴണം ഗൈസ്. ഓക്കെ ഗൈസ്, ഈ ട്രാക്കിന്റെ പുറത്തായ പിന്നെ നമുക്ക് പിന്നെ അകത്ത് കയറാൻ കുറച്ച് ടാസ്ക് വരും ഗൈസ്. ഓക്കെ ഗൈസ്, കുറെ കണ്ടെയ്നറൊക്കെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. നമ്മളിതിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, ഇത് കണ്ടെയ്നറൊക്കെ നമ്മുടെ ഈ ഒരു ട്രാക്കിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഓഫ് റോഡ് ട്രാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഈ പുല്ലൊക്കെ ഓടിക്കണല്ലോ. കുറച്ച് എവിടേക്ക് ഓഫ് റോഡ് ഉണ്ടെന്നാണ് ഗൈസ് ഞാൻ അറിഞ്ഞത്. ഓക്കെ ഗൈസ്, ഇവിടെ നിന്ന് നമുക്കൊരു വഴിയുണ്ട്. ഇവിടെ നമ്മുടെ കോണൊക്കെ അവസാനിച്ചെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, കോണ്ടൊക്കെ തീർന്നു ഗൈസ്. അപ്പോൾ നമുക്കിനി റാമ്പ് ഗൈസ് ചാട്ടമാണെന്ന് തോന്നുന്നു. കുറച്ച് പുറത്തോട്ട് എടുത്തിട്ട് ജസ്റ്റ് ചാട്ടാം. ഓക്കെ, സ്പീഡ് ചാടിക്കോ. ഓ ഗൈസ്, അതിലോട്ടാണ്. ഓ കയറി. ഓക്കെ, അപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചാട്ടം. ഓക്കെ അടുത്ത ചാട്ടം. ഓക്കെ, അടുത്ത റാമ്പ് ഇറങ്ങുവാണ് ഗൈസ്. ഓക്കെ, റാമ്പിൽ നിന്ന് ഇറങ്ങുവാണ്. ഓഫ് റോഡിങ് ആണോ ഫ്രണ്ടിൽ? ഓ ഗൈസ്, നമ്മുടെ ഓഫ് റോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മണ്ടേ കൂടെ പോകേണ്ടി വരും. അതെ ഗൈസ്, അതിൻ്റെ മണ്ടേ കൂടെ പോകണം. കൺട്രോൾ പോയി. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സാധനം സ്കിപ്പ് അടിക്കാം. ഓക്കെ, നമുക്ക് ആ ഒരു സംഭവം ഓഫ് റോഡിങ് സ്കിപ്പ് അടിച്ച് കേസ് നമ്മളിത് നമ്മുടെ കോണിൻ്റെ ട്രാക്കിലോട്ട് പിന്നെ കിടന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ അവിടെ വീണത് നമ്മുടെ ഭാഗ്യം. വേറെ എവിടെയിലേക്കാണെങ്കിൽ നമ്മൾക്ക് മിക്കവാറും നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. സ്പീഡിൽ കയറ്റേണ്ടി വരും. ഈ കോണൊരു പ്രശ്നമാണ് കേസ്. ഓക്കെ, ഈ ഒരു കോണൊരു പ്രശ്നമാണ്. തട്ടി ക്ലിയർ ആയിട്ട് ഒന്നും കാണത്തില്ല ഗൈസ്. ഓക്കെ, ഫ്രണ്ട് വശം ക്ലിയർ ആയിട്ട് നമുക്ക് കാണത്തില്ല. ഓക്കെ ഗൈസ്,
ഞാനിരുന്ന് സ്റ്റിയറിംഗ് നിൽക്കുന്ന നിങ്ങൾ കണ്ടോ. പിന്നെ നമ്മുടെ ജീപ്പിന്റെ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല കൂടി കേട്ടോ, അത്യാവശ്യം കിടിലുമായിട്ടുണ്ട്. അടുത്ത റാമ്പ് നമുക്ക് സ്പീഡ് ചടിക്കാം. ചാടിച്ചു. പാർട്സ് എല്ലാം പോലും നമ്മുടെ വണ്ടിയുടെ പാർട്സ് മൊത്തം പോയി ഗൈസ്. ഓക്കെ നമുക്ക് ഇങ്ങോട്ടൊന്നും അല്ല. നിങ്ങളത് കണ്ടോ ഗൈസ്, നിങ്ങളത് കണ്ടോ നമ്മുടെ വണ്ടി ഫ്രണ്ടൊക്കെ ബുക്ക് ചെയ്ത് ചെയ്യാൻ. നമ്മളെ ട്രാക്ക് ബാക്കി ഇവിടുന്നാണ്. പിന്നെ കോണ്, ഈ കോണിൽ ഇല്ലാത്ത ശല്യമാണ്. നമ്മൾ കോണിക്കൂടെയാണ് ഓടിക്കുന്നത്, കോണിൻ്റെ അകത്തൂടെ. നമുക്ക് അടുത്ത മുമ്പത്തെ പോലെ തന്നെ അടുത്ത കുറച്ചുകൂടെ നീളമുള്ള ട്രാക്ക് വരുന്നുണ്ട്. നമുക്ക് സ്പീഡിൽ ഓടിക്കാം. പിടിച്ചു. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നുണ്ട്. സ്പീഡ് പോകാം ഗൈസ്. പിടിച്ചു, കുഴപ്പമില്ല. ഈ വണ്ടി അങ്ങോട്ട് കൺട്രോളിൽ കിട്ടുന്നില്ല ഗൈസ്. ഈ ഒരു വണ്ടി നമുക്ക് നമ്മുടെ കൺട്രോളിൽ കിട്ടുന്നില്ല. അപ്പോൾ നമ്മളിന്ന് വളച്ചെടുത്തിട്ടുണ്ട്. ഗൈസ് നമ്മൾ വളയ്ക്കുന്നു. ഇവിടുന്ന് ആ റാമ്പ് നല്ല ജമ്പാന്ന് ഗൈസ്. ഗൈസ് നമുക്ക് സ്പീഡിൽ ഓടിച്ച് കയറ്റാം. സൈഡിലോട്ട് വീണ് പോയി. നമ്മുടെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ആണ് ഗൈസ്. നമുക്ക് രണ്ടാമത്തെ അറ്റംപ്റ്റിലോട്ട് പോവാം ഗൈസ്. നമുക്ക് ചോദിക്കാം. ഗൈസ് കറക്റ്റ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ അടുത്തൊരു റാമ്പാണ് ഗൈസ്. ഇത് അടുത്തൊരു റാമ്പാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, അത്യാവശ്യം നല്ലൊരു ജമ്പാണ് ഗൈസ്. അങ്ങേയറ്റത്ത് കാണുന്ന ഒരു ബിൽഡിങ്ങിലോട്ടാണ് നമുക്ക് പോകേണ്ടത് ഗൈസ്. അപ്പം നമുക്ക് പുറകോട്ട് പോയിട്ട് നമ്മുടെ സ്പീഡ് വരികയാണ് ഗൈസ്. നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് അടിക്കാം. ഗൈസ് അപ്പം നമ്മൾ അവിടെ നിന്ന് നൈസായിട്ട് നമ്മൾ പുറത്തോട്ട് പോകുമായിരുന്നു. അപ്പം നമ്മൾ രണ്ടാമത് കളിച്ച് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഗൈസ് അപ്പോൾ നമുക്കിനി ഇവിടെ നിന്നൊരു കണ്ടെയ്നർ റോഡാണ് ഗൈസ്. കണ്ടെയ്നറിൻ്റെ റോഡാണ് ഇനി. ഗൈസ് അപ്പോൾ നമ്മൾ കണ്ടെയ്നറിൽ കൂടെ വളച്ച് ഓടിക്കുകയാണ് ഗൈസ്. ഗൈസ് ഇപ്പോൾ ഇവർ എന്നാ പറഞ്ഞാൽ ഈ ഒരു ട്രാക്ക് ബിൽഡ് ചെയ്യാൻ കുറേ ടൈം എടുത്തിട്ടുണ്ട് ഗൈസ്. കുറച്ച് അത്യാവശ്യം ഹാർഡസ്റ്റ് ആണ്. പക്ഷേ ഗൈസ് നമുക്ക് സിമ്പിള് ഗൈസ്, ഇതൊക്കെ സിമ്പിള്. പക്ഷേ ഇല്ലേ വേറൊരു സീൻ എന്ന് വെച്ചാൽ ഗൈസ്, ഇതിൽ നമ്മൾ ഒരിടത്തുനിന്ന് വീണ പിന്നെ ആദ്യം മുതൽ അല്ലെങ്കിൽ നമ്മൾ നിലത്തു നിന്നുള്ള സ്പോട്ടിൽ നിന്നൊക്കെ വരേണ്ടി വരും ഗൈസ്. ഗൈസ് നമുക്ക് ഇവിടുന്ന് സ്പീഡിൽ ഓടിക്കണം. നമ്മൾ ആ മതിലെ ഇടിപ്പിക്കണം തോന്നുന്നു. ഓടിച്ചു. നമ്മൾ ഇടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ അടുത്തൊരു സെക്ഷനിലോട്ട് ബ്രേക്ക് പിടിക്കണം ഇവിടെ. നമുക്ക് ഏതായാലും കയറാം. ബ്ലൂ, വൈറ്റ്, യെല്ലോ ഇതന്നെ സംഭവം ഗൈസ്. കണ്ടെയ്നർ തന്നെ വെച്ചിരിക്കുന്നതാണ് ഗൈസ്. റെഡ്, ബ്ലൂ, വൈറ്റ്, യെല്ലോ. ഇതിന് ഗൈസ് റാമ്പ് ഇറങ്ങണം നമ്മളിനി ഗൈസ്. നമ്മൾ റാമ്പ് ഇറങ്ങുവാണ് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ റാമ്പ് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അവിടെ കണ്ട പോലെ തന്നെ ഒരു കിടിലം വഴി ഇതാ പിന്നെ നമ്മൾ നിലത്തൂടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മുടെ റേസ്, അതായത് നമ്മുടെ ഈ ട്രാക്ക് എൻഡ് ചെയ്യാറായിട്ടുണ്ടെന്നാണ് ഗൈസ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ. ഈ ഒരു ട്രാക്ക് എൻഡ് ചെയ്യാറായിട്ടുണ്ട്. ഗൈസ് ഇവിടെയൊക്കെ ഒന്ന് വീതി കുറഞ്ഞാണ് ഗൈസ് ഉള്ളത് ഗൈസ്. അപ്പോൾ കറക്റ്റ് ഈ ഒരു വണ്ടി അതായത് ഈ ഒരു മോഡിഫൈഡ് താറിൽ പോകാനുള്ള അത്ര ഒരു രീതിയെ ഗൈസ് ഇവിടെ ഉള്ളൂ. നമുക്ക് കറക്റ്റായിട്ട് വളച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വളച്ചു. ഗൈസ് അടുത്തൊരു വളവ് കറക്റ്റായിട്ട് വളയ്ക്കാം കൊണ്ടോ ഗൈസ്. നല്ല ടാസ്ക്കാണ് ഗൈസ് ഇതിലെ കൂടെ ഓടിക്കാൻ. ഗൈസ് നമ്മുടെ ഈ ഒരു ട്രാക്ക് എൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ട്രാക്ക് എൻഡ് ചെയ്തു. ഈ ഒരു റാമ്പ് ചാടി നമ്മുടെ എൻഡിങ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ മിഷൻ സക്സസ്. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കാണുന്ന ബെല്ലൈക്കൻ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഗൈസ്. നമ്മുടെ ബണ്ടിയൊക്കെ മറിഞ്ഞു വീണിട്ടുണ്ട്. ബൈ.